മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും 2024 തന്നെയാണ്. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ 5 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെയ് 13-ാം തീയതി 4-ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പും മെയ് 20-ാം തീയതി 5-ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പും. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, മഹാരാഷ്ട്രയിലെ 48 ലോക്സഭാ സീറ്റുകളിൽ മഹാബോധി സഖ്യത്തിനെ തകർക്കാൻ മഹാവികാസ് അഘാദി സഖ്യത്തിന് കെൽപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ നരേന്ദ്രമോദി വലിയ രീതിയിൽ ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനെ കടന്നാക്രമിക്കാൻ തുടങ്ങി. ബാൽ സാഹിബ് താക്കറെയുടെ യഥാർത്ഥ മകനല്ല എന്ന രീതിയിൽ വരെ ചിത്രീകരിക്കാൻ ചില കൊള്ളിക്കുന്ന രീതിയിലുള്ള ബോധപൂർവമായ ഡയലോഗുകൾ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതിനെതിരെ മാനനഷ്ടത്തിനാണ് കേസ് കൊടുക്കേണ്ടതെന്നാണ് ശിവസേന നേതാവായിട്ടുള്ള ഉദ്ധവ് താക്കറെ പറയുന്നത്. യഥാർത്ഥ ശിവസേന ഷിൻഡെയുടെ വിഭാഗമാണെന്ന് BJP ആരോപിക്കുമ്പോൾ അതെങ്ങനെ ശരിയാകും? ബാൽ സാഹിബ് താക്കറെയുടെ ശിവസേന ഉദ്ധവ് താക്കറെയുടെ തന്നെയാണ്. ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയം തന്നെയാണ് അവിടെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത്. ഷിൻഡെ ഉദ്ധവ് താക്കറെയുടെ മന്ത്രിസഭയിലെ മന്ത്രി മാത്രമായിരുന്നു. ആ ഷിൻഡെയെ BJP എന്തുകൊണ്ട് ബോധപൂർവം പാലം വലിച്ചു? എന്തുകൊണ്ടങ്ങനെ മഹാരാഷ്ട്രയിൽ ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കി എന്ന് ചോദിച്ചാൽ അതിന് കാരണമൊന്നേ ഉള്ളൂ. മഹാരാഷ്ട്ര എന്ന വലിയ സംസ്ഥാനത്ത് എക്കണോമിക് ക്യാപിറ്റലായ ഈ മുംബൈ സിറ്റിയെ ശക്തമായി പിടിച്ചെടുക്കാൻ BJPക്ക് ഇനി ഒറ്റ വഴിയുള്ളൂ, ഉദ്ധവ് താക്കറെയെ തകർക്കുക. മാത്രമല്ല, വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന അജിത് പവാറിനെ കൂടി അവരുടെ പക്ഷത്തേക്ക് എത്തിക്കാൻ വളരെ എളുപ്പം BJP നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഏകനാഥ് ഷിൻഡെ ആയിരുന്നാലും BJP നേതൃത്വമായിരുന്നാലും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിയർക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് ഉദ്ധവ് താക്കറെ വെറുതെയല്ല പറയുന്നത്. യഥാർത്ഥ ശിവസേന എന്താണെന്ന് ജനങ്ങൾ കാട്ടിക്കൊടുക്കും, ജനങ്ങളിലാണ് എൻ്റെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത്. അത് വോട്ടിംഗ് പെർസെൻറ്റിലും സീറ്റിൻ്റെ കാര്യത്തിലും കൃത്യമായി നിങ്ങൾക്ക് ബോധ്യമാകുമെന്ന് ഉദ്ധവ് താക്കറെ പറയുന്നുണ്ട്. കൃത്യമായി ഉദ്ധവ് താക്കറെയുടെ വലങ്കൈയായി നിൽക്കുന്ന സഞ്ജയ് റാവത്തിനെ കൊടുക്കാൻ നിരവധിയായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം അദ്ദേഹമായിരുന്നല്ലോ കൃത്യമായ മഹാവികാസ് അഘാദിയുടെ സൂത്രധാരൻ.